ഹലോ ഗായ്സ്, ഇത് മെയ് 1-ാം തീയതി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ലീവ് കിട്ടി. എനിക്ക് പിന്നെ ഓൾറെഡി ലീവാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളൊന്ന് തൃശ്ശൂർ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ പ്ലാന് രാവിലെ പോയിട്ട് എക്സിബിഷനൊക്കെ കണ്ട് ഒരു സിനിമ ഒക്കെ കണ്ട് വരാനായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാൾക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഒടുക്കത്തെ പണിയായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് വടക്കുന്നാഥനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ അതൊരു വേറൊരു ലോകം തന്നെയായിരുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഭംഗി ഉണ്ടായിരുന്നു ആൻഡ് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഉള്ളിലൊക്കെ നടന്നു വന്നപ്പോഴത്തേക്കും കടല കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ രണ്ടാളും പോസ് ചെയ്തിട്ട്. രണ്ടാളും കൂടി തന്നെ കടല. ഇനി നമ്മൾ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ലേറ്റ് ആയത് കാരണം അധികം നേരമൊന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ബസ്സില്ല കേട്ടോ നമ്മളെ ഭാഗത്തേക്ക്. സോ നമ്മൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് നടന്നു, ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പലത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ എക്സിബിഷന് വരുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് ഇതല്ല എൻട്രി പോയിന്റ്, ഇത് എക്സിറ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒഴുക്കിനെതിരെ നീങ്ങുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങളെല്ലാവരും നോക്കിയിരുന്നല്ലോ. കാരണം ആകെ ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് പാസ് ചെയ്യാനുള്ളൊരു സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ആകെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് ISROയിൽ കയറി വരാം എന്ന് വിചാരിച്ച് കയറുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് തിരുവനന്തപുരം പോയപ്പോഴും ഇതേപോലൊരു സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റ് ഭൂമിയിലും ചന്ദ്രനിലൊക്കെ എത്രയാണെന്ന് അറിയുന്ന മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഭൂമിയിൽ 53 കിലോ, ചന്ദ്രനിൽ എത്രയായി? 9 കിലോ ഉള്ളൂ. പറന്ന് നടക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴേക്കും സമയം നമുക്ക് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം അങ്ങോട്ട് നടക്കാനായിട്ട് നിന്നില്ല. പിന്നെ നമ്മളൊരു കോളിഫ്ലവറൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വേറെ വഴി കൂടെ എങ്ങനെയെങ്കിലും എക്സിറ്റ് നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഒരാളവിടെ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. തുറന്നു കൊടുക്കാൻ നിൽക്കുന്നതല്ല, ശരിക്കും അടയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന, ആരിനും പാസ് ചെയ്ത് വിടാതെ ഇരിക്കാൻ വേണ്ടി അടയ്ക്കാൻ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ആളുടെ പരിചയത്തിലുള്ള ആൾക്ക് ഒരു ഫേവർ ചെയ്ത് കൊടുത്തു, അതൊന്ന് തുറന്നു കൊടുത്തു. ഞങ്ങളും നൈസായിട്ട് അത് കൂടെ ഇറങ്ങിപ്പോകുന്നു കേട്ടോ ഗൈസ്. ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ യന്ത്ര ഊഞ്ഞാൽ അങ്ങനത്തെ കളിക്കുന്ന സെറ്റപ്പുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും ഇറങ്ങി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആന റോഡ് ക്രോസ് ചെയ്ത് പോകുമായിരുന്നു ഗൈസ്. ആന പാറമേക്കാവിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ബസ് കയറി നേരെ സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പെരുമ്പിലാവിലോട്ട് ബസ് കയറി പോന്നു.
നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു കേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് അറിയാതെ ചേച്ചി കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത കാരണം ഡെലിവറി കുറച്ച് ലേറ്റ് ആക്കിയിട്ട് പറഞ്ഞു. നമ്മൾ എത്തുമ്പോഴത്തേക്കും കേക്കും ഇവിടെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് ആനിവേഴ്സറിയും ആഘോഷിച്ചു കേട്ടോ. ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.